നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒറ്റയ്ക്ക് അധിക സമയം ഇവിടെ നിൽക്കണ്ട, അത് അപകടമാണ്. തിരുമേനി ഒന്നും പറഞ്ഞില്ല. മനസ്സിൽ തെളിഞ്ഞതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം പറയാൻ എനിക്ക് അനുവാദമില്ല. സർപ്പപൂജയാ നടന്നത്. ഇനി ഇവിടെ നിവേദ്യം സ്വീകരിക്കാൻ സർപ്പങ്ങളെത്തും. പൂജ കഴിഞ്ഞാൽ ഇവിടെ ആരും നിൽക്കാൻ പാടില്ലെന്നാ. കുട്ടി വരുന്നില്ലേ? ഇല്ല, സർപ്പങ്ങൾ വരട്ടെ. ഇതിനപ്പുറം ഇനി എന്ത് സംഭവിക്കാനാ? കാലസർപ്പദോഷമുണ്ട്. ലഗ്നത്തിന്റെ 5-ാം ഭാവത്തിൽ രാഹുവിന്റെ സാന്നിധ്യം കാണുന്നു. സെഡേഷന്റെ മയക്കം കഴിയാറായി. ഉണരുമ്പോൾ ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുക്കാം. ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മതി. എന്നാലും പവിയേട്ടൻ ഇങ്ങനൊരവസ്ഥ വന്നല്ലോ. വന്നതല്ല, വരുത്തിയതാ. ഓർക്കുമ്പോ തന്നെ തല പെരുക്കുക. അവനിപ്പോ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, എല്ലാത്തിനും പിന്നിൽ അവളാ. ആ രഞ്ജിനി തന്തയും മോനെയും ഒക്കെ ഇളക്കി വിടുന്നത് അവളാ. അച്ഛൻ വീണതും അവര് തമ്മിലുള്ള പിടിവലിയൊന്നും അമ്മ കണ്ടിട്ടില്ല. അതെങ്ങനെ കാണാനാ? ആ സമയത്ത് രഞ്ജിനി ആന്റി അമ്മയും കൂടെ പൊരിഞ്ഞടിയല്ലായിരുന്നോ? ശരിക്കുവേ അമ്മയാ അച്ഛൻ ഇങ്ങനൊരു മുറിവ് പറ്റാനുള്ള കാരണം. ഞാനോ? നിനക്കെന്താടി പ്രാന്തുണ്ടോ? അതല്ല, അമ്മ ആ ഡംബ്ലർ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. നിഖിൽ പിടിച്ചു മാറ്റിയപ്പോ അച്ഛൻ വീണതേ കഷ്ടകാലത്തിന് അതിന്റെ പുറത്തായിരുന്നു. ആ, നീ അതേ പറയൂ. അല്ലെങ്കിലും നിനക്കിപ്പോ അവനെ കിട്ടാത്തതിന്റെ നിരാശയാണല്ലോ. എടി, കുറച്ച് തൊലി വെളുപ്പുണ്ടെന്നല്ലാതെ ആ ഉണ്ടക്കണ്ണന്റെ കയ്യിൽ എന്തുണ്ട്? അവനെയൊക്കെ പ്രേമിക്കാൻ നടക്കുന്ന നിന്നെയൊക്കെ മടല് വെട്ടി അടിക്കണം. അമ്മ പിന്നെ അത് തന്നെ എന്തിനാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ദേ, എനിക്ക് നിഖിലിനെ വേണമെങ്കിലേ നിങ്ങളുടെന്നല്ല ഒരാളുടെ സപ്പോർട്ട് വേണ്ട. അവനെ വിളിച്ചോണ്ട് ഞാൻ നേരെ ബാംഗ്ലൂർക്ക് വിടും. അച്ഛന്റെ ബിനാമി ബിസിനസ്സും സ്റ്റൈലൻ ബംഗ്ലാവും ഒക്കെ അവിടെ വെറുതെ കിടക്ക. ചിലപ്പോ അബദ്ധം പറ്റിയതായിരിക്കും. അവിടുത്തെ ലെതർ ഫാക്ടറി ഒക്കെ എന്റെ പേരിലാണെന്ന് നിഖിൽ പറഞ്ഞു. ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനേ അത് തന്നെ ധാരാളം. ഇടി ഒരുമ്പുട്ടോളെ, നീ ആള് കൊള്ളാലോ. എല്ലാം കണക്കൂട്ടി വെച്ചേക്കല്ലേ? എടി, അത്രയ്ക്ക് മണ്ടനാണോടി ഇതിന്റെ അച്ഛൻ. എന്നെപ്പോലെ ഇങ്ങേർക്ക് വിശ്വാസമില്ല. എന്നെ അല്ലേ നീ? ഞാൻ പറയുന്ന അനുസരിച്ച് നടന്നിരുന്നെങ്കിൽ വെട്ടിയിട്ട വാഴ പോലെ ഈ കിടപ്പ് കിടക്കേണ്ടി വരുമോ? ആ നീർക്കോലി നിഖില് തലപൊക്കി തുടങ്ങിയപ്പോഴേ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാൻ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞതാ. ഇങ്ങേര് കേട്ടില്ല. അനുഭവിക്കട്ടെ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് വരുന്നേ? അമ്മ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ
അവൻ എന്റെ അച്ഛന്റെ നേരെ കൈയോങ്ങി ചീറിക്കൊണ്ട് ചെന്നില്ലേ? ആ നിമിഷം മുതൽ അവന്റെ കാര്യം ഞാൻ ആലോചിക്കാം. വീണയുമായുള്ള കല്യാണം ഉറപ്പിച്ചിട്ടാണോ അവന്റെ പിന്നാലെ നീ? ഛേ, എടി നിനക്ക് നാണമുണ്ടോ? അമ്മ ഒന്ന് നിർത്തിയേ. ദേ അച്ഛൻ ചുണ്ട് നനയ്ക്കുന്നുണ്ടില്ലേ? പാവം, വെള്ളം വേണമെന്നാ തോന്നുന്നേ. അല്ല, ജ്യൂസ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയ രൂപേഷ് ചേട്ടനെ കാണാനില്ല. ഛേ, അമ്മ ആ ബോട്ടിലിങ് എടുത്തേ, ആ ഫോണും കൂടെ എടുത്തോ. ഞാൻ പോയിട്ട് മേടിച്ചോണ്ട് വരാം. ഇപ്പൊ വരാം. പവിയേട്ടാ, പവിയേട്ടാ, കണ്ണു തുറന്നേ. ആന്റി വരുന്നുണ്ട്. നല്ല ദേഷ്യത്തിലായിരിക്കും. എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാ. പ്രിയപ്പെട്ട ആങ്ങളല്ലേ ആശുപത്രിയിലായത്. ഏട്ടത്തി ഇത് എങ്ങനെ സഹിക്കും? ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ അപ്പ തുടങ്ങിക്കോണം. യതി അവിടെ നിൽക്ക്. വീണേ, നിഖിൽ എവിടെ? അവനെ കൂടെ വിളിക്ക്. കുറച്ചു കാലമായി കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട്. എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ടാ പുറത്തോട്ട് ഇറങ്ങുന്നത്. അതിനും സമ്മതിക്കില്ലാന്ന് വെച്ച ഗീതമ്മയെ തറവാട്ട് ക്ഷേത്രത്തിലേക്ക് പ്രശ്ന പരിഹാര പൂജയ്ക്കാ പറഞ്ഞു വിട്ടത്. ഞാൻ പോയതും വേറെ ഒരിടത്തും അല്ല. അടിയന്തരമായി കുടുംബ പ്രശ്നം നോക്കിക്കാൻ ജോത്സ്യരെ കാണാൻ പോയതാ. എങ്ങനെ പരിഹാരം ഉണ്ടാകും? എത്ര കാശ് മുടക്കി പൂജ ചെയ്താലും നിങ്ങളെല്ലാവരും കൂടി മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയാൽ അതൊക്കെ എങ്ങനെ അവസാനിക്കാനാ? കുടുംബത്തിൽ അനർത്ഥങ്ങൾ ഉണ്ടാകും, രക്തം കാണും. ജോത്സ്യൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴാ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നത്. യതി, കുറച്ചു കാലമായി ഞാൻ ഈ വീട്ടിലെ പല കാര്യങ്ങളും കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച് മിണ്ടാതിരുന്നതാ. അത് കമ്പനിയിലും ഫിനാൻസിലും നടക്കുന്ന കാര്യങ്ങളായാലും ഈ വീട്ടിനുള്ളിൽ നടക്കുന്ന കുഴപ്പങ്ങളായാലും. എനിക്ക് എന്റേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിശ്വേട്ടനുമായി ബന്ധപ്പെട്ടതായാലും ദർശനയും രൂപേഷും തമ്മിലുള്ളതായാലും അതെങ്ങനെ പരിഹരിക്കണമെന്നും പറഞ്ഞ് നട്ടം തിരിയുമ്പോഴാണ് ഇവിടെ ഓരോരുത്തരെ